വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ബോയ് ഫോർ എൻ്റെ എന്ന ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബാഡ്സ് മറ്റൊരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കണ്ട ദേഷ്യത്തിൽ കൈറോയോട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളാൻ ലിസ് പറയുന്നു. വണ്ടി മുന്നോട്ടെടുത്തെങ്കിലും കൈറോ വീണ്ടും 1-2 തവണ നിന്റെ തീരുമാനത്തിൽ മാറ്റം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ മറുപടിയൊന്നും നൽകാത്തതിനാൽ അവൻ അവളെ ഫ്ലാറ്റിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. കൈറോ അവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തപ്പോൾ നിനക്കും ഈ പാട്ട് ഇഷ്ടമാണോ? ഞാനും ഇത് മിക്കവാറും കേൾക്കാറുണ്ടെന്ന് ലിസ് പറയുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപോലെയാണ്, നമ്മൾ ഒരേ സ്വഭാവക്കാരാണ്, അതുകൊണ്ടാണ് ഒരേ പാട്ട് തന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് കൈറോ പറഞ്ഞപ്പോൾ അവൾ അംഗീകരിക്കുന്നില്ല. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള 10 സോങ്സ് ഒരു പേപ്പറിൽ എഴുതാം, എന്നിട്ടത് ഒരുപോലെയാണോ നോക്കാമല്ലോ എന്ന് കൈറോ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും 2 പേപ്പറിലായി ഇഷ്ടപ്പെട്ട സോങ്സ് എഴുതുന്നു. പിന്നീട് രണ്ടും കൂടി ഒത്തു നോക്കിയപ്പോൾ 8 എണ്ണവും ഒരേപോലെ മാച്ചാകുന്നു. ഒരേ പാട്ട് ഇഷ്ടമുണ്ട് എന്ന് കരുതി നമ്മൾ ഒരേ സ്വഭാവക്കാരാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലിസ് വീണ്ടും എതിർത്തപ്പോൾ എങ്കിൽ ഫേവറേറ്റ് സോങ്സ് ഏതാണ് എന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പറയാം, അതും ഒരുപോലെയാണെങ്കിൽ പിന്നെ തർക്കിക്കാൻ നിൽക്കരുത് എന്ന് കൈറോ പറയുന്നു. ലിസ് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴും അവർ രണ്ടുപേരും ഒരേ സോങ് തന്നെയാണ് മോസ്റ്റ് ഫേവറേറ്റ് സോങ് ആയി പറഞ്ഞത്. അപ്പോൾ പിന്നെ ലിസ് എതിർക്കുന്നില്ല. എന്നെപ്പോലെ തന്നെയുള്ള ഒരാളിനെ കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞ് കൈറോ ഗിത്താറും എടുത്ത് അവൾക്കരികിലിരിക്കുന്നു. രണ്ടുപേരും കൂടി പ്രിയപ്പെട്ട ഒരു ലവ് സോങ് പാടുന്നുണ്ട്. പാട്ട് കഴിഞ്ഞപ്പോൾ കൈറോ ലിസിനെ കിസ് ചെയ്യാനായി മുന്നോട്ടെടുക്കുന്നു. ഇത്തവണ ലിസ് ഒഴിഞ്ഞു മാറുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ആ സമയത്ത് കൈറോയുടെ ഫോൺ അടിച്ചതിനാൽ അവൻ ഫോൺ എടുക്കാനായി എഴുന്നേൽക്കുന്നു. ടാമിനെ കണ്ട ശേഷം ബാഡ്സ് ആകെ മൂഡ് ഓഫ് ആയാണ് മുന്നോട്ട് നടന്നത്. അവൻ്റെ വിഷമം കണ്ടപ്പോൾ നീ ഒരുപാട് വിഷമിക്കേണ്ട, അഥവാ ലിസ് ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഞാൻ നേരിട്ട് വന്ന് അവളോടെല്ലാം പറഞ്ഞോളാം. നീ എൻ്റെ ക്ലയൻറ്റ് മാത്രമാണെന്ന് ഞാൻ തുറന്നു പറയാം. അപ്പോൾ അവൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ സ്മൈൽ അവനെ സമാധാനിപ്പിക്കുന്നു. ലിസ് കുളി കഴിഞ്ഞ് വന്നപ്പോൾ കൈറോ ഫോണിൽ നിന്ന് വീഡിയോ കണ്ടിരിക്കുന്നത് കണ്ട് എന്താണതെന്ന് ചോദിച്ച് അവൾ അടുത്തേക്ക് ചെല്ലുന്നു. നേരത്തെ അവർ രണ്ടുപേരും കൂടി പാടിയ പാട്ട് കൈറോ റെക്കോർഡ് ചെയ്തിരുന്നു. അവനിപ്പോൾ അത് അവൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ കമൻസ് വായിച്ച് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലിസ് വന്നത്. റെക്കോർഡ് ചെയ്ത കാര്യം നീ എന്താ പറയാഞ്ഞതെന്ന് ചോദിച്ച് ലിസ് ദേഷ്യപ്പെട്ടപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് കാണുമോ എന്ന പേടിയാണോ എന്ന് കൈറോ ചോദിക്കുന്നു. അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തല്ല ഇരുന്നത് എന്ന് പറഞ്ഞ് ലിസ് വീഡിയോ വാങ്ങി നോക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കൊടുക്കുന്നു. കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ ബിയർ മതിയെന്ന് ലിസ് ആദ്യം പറഞ്ഞെങ്കിലും ജ്യൂസ് മതിയെന്ന് മാറ്റി പറയുന്നു. ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന പേടിയാണോ എന്ന് കൈറോ ചോദിച്ചപ്പോൾ ബോധമില്ലാതെ നിന്റെ വീട്ടിൽ കിടന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാനതിന് പേടിക്കണം എന്ന് ലിസ് ചോദിക്കുന്നു. ഇത്തവണ എനിക്ക് നിന്റെ സേഫ്റ്റി ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് കളിയായി പറഞ്ഞിട്ട് കൈറോ ജ്യൂസ് എടുക്കാൻ അകത്തേക്ക് പോകുന്നു. ലിസ് മേശപ്പുറത്തിരുന്ന കൈറോയുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ബോക്സിൽ കുറേ ഫോട്ടോസ് ഇരിക്കുന്ന കണ്ട് അതെടുത്ത് നോക്കുന്നു. മിക്കവാറും എല്ലാ ഫോട്ടോസും കൈറോയും അച്ഛനും കൂടിയുള്ളതാണ്. അമ്മയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോയിൽ അമ്മയുടെ മുഖം കാണാൻ കഴിയാത്ത വിധം കുത്തിക്കറി വികൃതമാക്കിയിരിക്കുന്നത് ലിസ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കൈറോ ജ്യൂസുമായി മടങ്ങി വന്നത്. ലിസ് ആ ഫോട്ടോ എടുത്ത് നോക്കിയത് അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫോട്ടോ പിടിച്ച് വാങ്ങിയിട്ട് അപ്പുറത്ത് കിടന്നിറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അച്ഛന് പണമില്ല എന്ന് പറഞ്ഞ് അമ്മ വഴക്കിട്ടിറങ്ങിപ്പോയതും അച്ഛൻ മദ്യത്തിന് അടിമയായതും കുടിച്ചിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും തന്നെ തല്ലിയിരുന്നതുമെല്ലാം സ്വപ്നം കണ്ട് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നുണ്ട്. ഉണ്ണി മുറിയില്ലാത്ത സമയം നോക്കി ഇസ്മായിൽ ബാഡ്സിനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ഉണ്ണി ഷൂട്ടിംഗ് നടക്കുന്നിടത്താണ്, വരാൻ ലേറ്റാക്കുമെന്ന് അവൾ പറയുന്നു. കൈറോയെ വീണ്ടും വിളിപ്പിക്കുന്ന കാര്യം സംസാരിക്കാനാണ് വിളിച്ചത് എന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ ഡേറ്റിന് പോവേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിലും കിസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ. കൈറോയും ഞാനും കൂടി കിസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഞാൻ പഴയതുപോലെ കണ്ണടച്ചാൽ അവൻ വീണ്ടും എഴുന്നേറ്റ് പോകും, അതുകൊണ്ട് എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെന്ന് സ്മൈൽ പറയുന്നു. പക്ഷേ ഗേൾഫ്രണ്ടിനെ അല്ലാതെ മറ്റാരെയും കിസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് ബാഡ്സ് പറയുന്നു. കാര്യം നടക്കാത്തതിനാൽ സ്മൈലിന് ചെറുതായി ദേഷ്യം വരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എന്നവൾ പറയുന്നു. അപ്പോഴാണ് കൈറോയ്ക്കൊപ്പമുള്ള ലിസിൻ്റെ സോങ്ങിൻ്റെ വീഡിയോ ഒരു ഫ്രണ്ട് അവൻ അയച്ചു കൊടുത്തിട്ട് നിന്റെ ഗേൾഫ്രണ്ട് ഫേമസ് ആവുകയാണല്ലോ എന്ന് ചോദിച്ചത്. അത് കണ്ടത് ബാഡ്സിനാകെ ഭ്രാന്ത് കയറുന്നുണ്ട്. എനിക്ക് കൈറോയ്ക്കൊപ്പം ഒരു ചാൻസേ ഉണ്ടാവില്ല, ഒന്ന് കിസ് ചെയ്യാൻ പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്മൈലിനെ പെട്ടെന്ന് അവൻ കിസ് ചെയ്യുന്നു. ആ സമയത്താണ് ഞാൻ ഇന്ന് നേരത്തെ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നി മുറിയിലേക്ക് കയറി വന്നത്. അവരെ കണ്ട് അവളാകെ തെറ്റിദ്ധരിക്കുന്നു. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ച് അവൾ പുറത്തേക്ക് ഓടുന്നു. സ്മൈൽ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞാൻ BFRൽ വർക്ക് ചെയ്യുന്ന കാര്യം ആരോട് പറയുമെന്ന് മറന്നുപോയോ എന്ന് ചോദിക്കുന്നതിനാൽ സ്മൈൽ തിരിഞ്ഞു നിൽക്കുന്നു. അടുത്ത ദിവസം രാവിലെ വണ്ടിയിൽ മടങ്ങുമ്പോഴും കൈറോ ലിസിനോടുള്ള പിണക്കം അവസാനിപ്പിച്ചിരുന്നില്ല. അനുവാദമില്ലാതെ ഫോട്ടോ നോക്കിയതിന് അവൾ സോറി പറയുന്നുണ്ട്. ആ സമയത്ത് ലിസിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് എത്ര തിരക്കുണ്ടെങ്കിലും വന്നേ പറ്റൂ എന്ന് അവളോട് പറയുന്നുണ്ട്. കൈറോയുടെ പിണക്കം കുറിച്ച് മാറട്ടെ എന്ന് കരുതി ലിസ തൻ്റെ ഫാമിലി ഹിസ്റ്ററി അവനോട് പറയുന്നു. അവളുടെ അച്ഛൻ അമ്മയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല. മുമ്പ് കൈറോയുടെ മുന്നിൽ വെച്ച് അവളെ അപമാനിച്ച സഹോദരിയാണ് അച്ഛൻ്റെ ശരിക്കുമുള്ള ഭാര്യയുടെ മകൾ. ലിസിൻ്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചതുകൊണ്ട് അവളുടെ അച്ഛൻ്റെ കുടുംബം മോളെ നോക്കി വളർത്തിയെന്നേ ഉള്ളൂ. അവർക്ക് ആർക്കും പക്ഷേ അവളെ ഇഷ്ടമല്ല. തനിച്ച് ജീവിക്കാമെന്നായപ്പോൾ അവൾ വീട് വിട്ടിറങ്ങി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതുകൊണ്ടാണ് ബാറിൽ പാർട്ട് ടൈം സിംഗറായും ജോലി ചെയ്യുന്നത്. സ്നേഹം കൊണ്ടൊന്നുമല്ല അവരെന്നെ ബർത്ത്ഡേക്ക് ക്ഷണിക്കുന്നത്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച് രസിക്കാനാണ്. പക്ഷേ പോവാതിരിക്കാൻ കഴിയില്ല, അതെൻ്റെ കടമയാണ്. എൻ്റെ ബോയ് ഫ്രണ്ടും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ പോകാറുണ്ടെന്ന് ലിസ് പറയുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ പോകുന്നത് എന്തിനാണ്? കടമയുടെ പേരിൽ സ്വന്തം ജീവിതം കൺട്രോൾ ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് കൈറോ പറഞ്ഞപ്പോൾ ലിസ് അതിനെ എതിർക്കുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും വീണ്ടും പിണങ്ങുന്നുണ്ട്.
എന്നെ ഇവിടെ എങ്ങാനും മുറുക്കി വിട്ടേക്ക്, ഞാൻ തന്നെ പൊയ്ക്കോളാമെന്ന് ലിസ് വാശിക്ക് പറഞ്ഞപ്പോൾ കൈറോയും തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ അപ്പോൾ തന്നെ വണ്ടി നിർത്തുന്നു. അവനങ്ങനെ ചെയ്യുമെന്ന് ലിസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവളും തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. രാത്രിയായിട്ട് മുന്നിൽ മടങ്ങി വരാത്തതിനാൽ സ്മൈൽ ശരിക്കും വിഷമത്തിലാകുന്നുണ്ട്. അവളോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തതും അവളെ ആകെ വിഷമിപ്പിക്കുന്നു. സ്മൈൽ ബോയിയെ ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇന്നു മുതൽ പുതിയ കസ്റ്റമറാണ് എന്ന് ജേഡൻ ഓഫീസിലേക്ക് വിളിച്ചറിയിച്ചപ്പോഴാണ് ബാഡ്സ് അറിഞ്ഞത്. അവനത് വളരെ വിഷമമാകുന്നുണ്ട്. ആ വിഷമത്തോടെ പുറത്തേക്ക് നടന്നപ്പോഴാണ് സ്മൈൽ പുതിയ ബോയിയോടൊപ്പം പോകാൻ തുടങ്ങുന്നത് അവൻ കണ്ടത്. ഉന്നി കാരണമാണോ നീ ഇങ്ങനെ ചെയ്തത്? നീ ഇതെന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ബാഡ്സ് അവളോട് ചോദിച്ചെങ്കിലും അവൾ മറുപടി പറയുന്നില്ല. പുതിയ ചെക്കൻ ബാഡ്സിനെ കുറെ കളിയാക്കിയിട്ട് സ്മൈലിനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ജേഡൻ കൈറോയെ വിളിച്ച് പുതിയ ക്ലയൻറ്റിനെ ഏറ്റെടുക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് തിരക്കാണ്, പറ്റില്ല എന്ന് കൈറോ പറഞ്ഞു. ലിസിനൊപ്പമുള്ള അവൻ്റെ വീഡിയോ ജേഡനും കണ്ടിരുന്നു. അവനതിൽ നോക്കി എന്തോ കാര്യമായി ചിന്തിക്കുന്നുണ്ട്. സ്മൈൽ മുറിയില്ലാത്ത സമയം നോക്കി ഉന്നി മുറിയിലെത്തി തൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ സ്മൈൽ അവിടെ എത്തുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, ഇവിടെ നിന്ന് പോകരുതെന്നല്ല സ്മൈൽ പറഞ്ഞെങ്കിലും ഉന്നി അത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. ബാഡ്സിനെ ഓർത്ത് BFRൻ്റെ കാര്യം സ്മൈൽ അപ്പോഴും പറയുന്നില്ല. അവൾ വിഷമിച്ച് നിൽക്കുമ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്ന കേട്ട് ഉന്നിയായിരിക്കുമെന്ന് കരുതി സ്മൈൽ ഓടിച്ചില്ലുന്നു. പക്ഷേ ബാഡ്സിന് പകരം വന്ന ചെക്കനായിരുന്നു അത്. സ്മൈലിനോട് പുറത്തേക്ക് പോകാം എന്നവൻ പറയുന്നുണ്ട്. ലിസ് അന്ന് ജോലിക്ക് എത്തിയപ്പോഴാണ് മുമ്പ് കൈറോ റീപ്ലേസ് ചെയ്ത് പാടിയ പയ്യൻ ഇനി മുതൽ തങ്ങളുടെ ബാൻഡിനൊപ്പം ജോലി ചെയ്യുന്നില്ല എന്നറിയിച്ച് പിരിഞ്ഞു പോയ വിവരം അറിയുന്നത്. തൽക്കാലം ഇന്നത്തേക്ക് കൈറോ എന്ന് വിളിക്കാമോ എന്ന് ഫ്രണ്ട്സ് അവളോട് ചോദിക്കുന്നു. കൈറോയുമായി പിണങ്ങിയിരിക്കുന്ന കാരണം ലിസ് ബാഡ്സിനെയാണ് വിളിച്ചത്. മുറിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നതിനാൽ ചെല്ലാമെന്ന് ബാഡ്സ് സമ്മതിക്കുന്നു. സ്മൈലിനെ പുതിയ ചെക്കൻ കാറിൽ കയറ്റിയിരുത്തിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കെങ്ങോട്ടും പോകണ്ട, എന്നെക്കുറിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് സ്മൈൽ പറയുന്നു. അപ്പോഴാണ് കാറിന് പുറത്ത് വന്ന ആ പയ്യനെ മറ്റൊരാൾ വിളിച്ചത്. ഇതിൻ്റെ പഴയൊരു ശത്രുവാണ്, ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ബാഡ്സ് ഈ സമയം ലിസിൻ്റെ ഒപ്പം എത്തി പാടാൻ തുടങ്ങിയിരുന്നു. രണ്ടുപേരും കൂടി മനോഹരമായി അത് പാടി തീർക്കുന്നുണ്ട്. ഇതേസമയം തന്നെ മറ്റു ചെക്കൻ്റെ എതിരാളി അവനെ കാർ റേസ് നടത്താൻ വെല്ലുവിളിക്കുന്നു. അവൻ തോറ്റാൽ സ്മൈലിനെ അവൻ കൊണ്ടുപോകും എന്നും അവർ പറയുന്നു. മത്സരത്തിന് സംബന്ധിച്ച് തിരികെ കാറിൽ കയറി അവനോട് എന്നെ ബെറ്റ് വയ്ക്കാൻ നീ എന്താണ് സമ്മതിച്ചതെന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ പേടിക്കേണ്ട, ഞാൻ ഇന്നുവരെ തോറ്റിട്ടില്ല എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവർ മത്സരം തുടങ്ങുന്നു. പക്ഷേ മത്സരത്തിൽ അവൻ തോൽക്കുന്നുണ്ട്. സ്മൈലിനെ കൂടെ ഇറക്കി വിടാൻ മറ്റവൻ പറഞ്ഞപ്പോൾ അവൻ എതിർപ്പൊന്നും പറയുന്നില്ല. ഞാൻ എന്തിനാണ് പോകുന്നത്, ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്നെ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് സ്മൈൽ പേടിച്ച് കരയാൻ തുടങ്ങുന്നു. ബാഡ്സ് അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ലിസിനൊപ്പം ഫുഡ് കഴിക്കാനിരുന്നു. പക്ഷേ പഴയതുപോലെ രണ്ടുപേർക്കും തമ്മിൽ സംസാരിക്കാൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇത്ര പെട്ടെന്ന് അപരിചിതരെ പോലെ ആയോ എന്ന് ബാഡ്സ് ചോദിച്ചപ്പോൾ ആരാണ് ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതെന്ന് ചോദിച്ച് ലിസ് ദേഷ്യപ്പെടുന്നു. രണ്ടുപേരും തമ്മിൽ വഴക്ക് മുറുകിയപ്പോൾ ബാഡ്സ് ചിരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ശരിക്കും പഴയതുപോലെ ആയി എന്ന് പറയുന്നു. ഞാൻ പണ്ടും ഇതുപോലെ വഴക്കിടുമായിരുന്നു എന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ച് ലിസ് വീണ്ടും ഉടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടില്ലേ, നീ ഇപ്പോഴും വഴക്കിടുകയാണല്ലോ എന്നവൻ പറയുന്നു. ലിസ് അത് അവിടെ അടങ്ങുന്നുണ്ട്. അപ്പോഴാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചുകൊണ്ട് സ്മൈലിൻ്റെ മെസ്സേജ് ബാഡ്സിന് വന്നത്. മെസ്സേജ് അവൻ കണ്ടെങ്കിലും ലിസിൻ്റെ മുന്നിൽ നിന്ന് പിന്നെയും പഴയ പോലെ പോകാനുള്ള മടി കാരണം അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷേ പിന്നീട് അവൻ ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അത്യാവശ്യമാണെങ്കിൽ പോയിക്കോ, എനിക്ക് പ്രശ്നമില്ല എന്ന് ലിസ് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ പോയിട്ട് ഉടൻ തന്നെ മടങ്ങി വരാം, നീ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബാഡ്സ് വേഗം പുറപ്പെടുന്നു. സ്മൈലിനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അവൻ്റെ വേറെ കുറേ ഫ്രണ്ട്സും വന്നിരുന്നു. സ്മൈലിനെ കൊണ്ടുവന്നവൻ അവരെ തടയാൻ ശ്രമിക്കുന്നതേ ഇല്ല. അവളെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി കഴിഞ്ഞപ്പോൾ അവൻ അവളോട് സോറി മാത്രം പറഞ്ഞിട്ട് വണ്ടിയും എടുത്ത് സ്ഥലം വിടുന്നു. സ്മൈൽ പേടിച്ചുറക്കെ കരയുകയാണ്. ആ സമയത്താണ് ബാഡ്സ് അവിടെ എത്തിയത്. അവൻ അവന്മാരുമായി അടിയുണ്ടാക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് ബാഡ്സിനെ ഒരുത്തൻ പുറകിൽ കൂടി അടിക്കാൻ വരുന്നത് കണ്ട് തടസ്സം പിടിക്കാൻ ചെന്ന സ്മൈലിന് തലയ്ക്ക് അടിയെടുക്കുന്നുണ്ട്. ലിസ് പഴയതുപോലെ തന്നെ ബാഡ്സിനെ കാത്തിരുന്നു മടുത്തിരുന്നു. ഇടയ്ക്ക് കൈറോ മുന്നിലൂടെ നടന്നുപോയി കൗണ്ടറിന് മുന്നിൽ ഇരിക്കുന്ന പോലെ അവൾക്ക് തോന്നിയെങ്കിലും സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് വെറും തോന്നലാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ബാഡ്സ് സ്മൈലിനെ റൂമിലെത്തിച്ച് അവളുടെ നെറ്റിയിലെ മുറിവിൽ ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കുന്നു. തന്നെ രക്ഷിച്ചതിന് അവൾ നന്ദി പറയുന്നുണ്ട്. അവനോട് പൊയ്ക്കോളാൻ അവൾ പറഞ്ഞെങ്കിലും നീ ഉറങ്ങുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞ് ബാഡ്സ് കൂട്ടിരിക്കുന്നു. സ്മൈൽ ഉറക്കം പിടിച്ചപ്പോഴാണ് ഉന്നി മുറിയിലേക്ക് കയറി വന്നത്. ബാഡ്സിനെ അവിടെ കണ്ട് അവൾ വല്ലാതെയാകുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കി സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്, സ്മൈൽ ഉറങ്ങിക്കാണുമെന്നാണ് ഞാൻ കരുതിയത്, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഉന്നി തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ബാഡ്സ് ഓടിപ്പോയി അവളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്മൈൽ എന്നെ BFRൽ നിന്ന് റെൻ്റ് എടുത്താണ് എന്നറിയിക്കുന്നു. ബാഡ്സ് തിരികെ ലിസിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവൾ പോയിരുന്നു. അവൾ ഏൽപ്പിച്ച ഒരു കുറിപ്പ് വേറെ അവന് നൽകുന്നു. ഇനി നിനക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറില്ല, സോറി എന്ന് അവൾ അതിൽ എഴുതിയിരുന്നു. സ്മൈൽ അടുത്ത ദിവസം രാവിലെ കണ്ണു തുറന്നപ്പോൾ മുറിയിൽ ഉന്നിയെ കണ്ട് അമ്പരക്കുന്നു. അവൾ സ്മൈലിനെ കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നുണ്ട്. അടുത്ത് ചെന്നിരുന്നപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് സ്മൈലിന് മനസ്സിലാകുന്നില്ല. ബോയ് ഫോറിനെ കുറിച്ചും അവൻ്റെ ലെസണിൻ്റെ ഭാഗം മാത്രമായിരുന്നു കിസ്സിങ് എന്നും കുറ്റബോധം കാരണം സ്മൈൽ ബോയിയെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് സ്മൈലിന് അപകടം പറ്റിയതെന്നുമെല്ലാം ബാഡ്സ് പറഞ്ഞു എന്ന് ഉന്നി അവളെ അറിയിക്കുന്നു. അപ്പോൾ എന്നോടുള്ള പിണക്കം മാറിയോ എന്ന് സ്മൈൽ ചോദിച്ചപ്പോൾ അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം അറിയണം, നിനക്ക് ബാഡ്സിനെ ഇഷ്ടമാണോ എന്ന് ഉന്നി ചോദിക്കുന്നു. കൈറോയുടെ ഇഷ്ടം എങ്ങനെ നേടിയെടുക്കണമെന്ന് പഠിപ്പിച്ചു തരാനുള്ള ഒരാൾ മാത്രമാണ് അവൻ, അല്ലാതെ ഞങ്ങൾക്കിടയിൽ മറ്റൊന്നുമില്ല എന്ന് സ്മൈൽ പറഞ്ഞപ്പോൾ എങ്കിൽ കുഴപ്പമില്ല, നീ ബാഡ്സിനെ തന്നെ ഇനിയും റൺ ചെയ്തോളൂ, പക്ഷേ കോൺട്രാക്റ്റ് കാലാവധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നെനിക്ക് ഉറപ്പ് തരണം എന്ന് ഉന്നി പറയുന്നു. സ്മൈൽ അവൾ പറഞ്ഞതുപോലെ വാക്ക് കൊടുക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.
ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.